ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വെള്ളക്കടല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് കുതിർത്തെടുത്തിട്ടുള്ള വെള്ളക്കടലയാണ്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലയും ആ ഒരു വെള്ളം സമാസമം നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ അവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു 6 വിസിൽ വരുന്ന വരെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വിസിൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 6 വിസിലാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കടല കുക്കായിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളവും കൂടി ഞാൻ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്ത് സിമ്പിളായിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡി. അപ്പോൾ ഏറ്റവും സിമ്പിളാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളിലേക്കാണ് നമുക്കിത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ കറി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് കുറച്ച് നല്ല ഒരു തിക്കായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പത്തിരിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.